സംശയം കൂടി. അപ്പോൾ അങ്ങനെ പ്രാദേശികമായി ചില മേഖലകളിൽ ഉണ്ടാകുന്ന സ്വരച്ചേർച്ച ഇല്ലായ്മ അത് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിൽ വ്യാപിക്കും എന്നതിനെക്കുറിച്ചും ആ വ്യാപനം തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ഏത് നിലയിൽ ബാധിക്കും എന്നതിനെക്കുറിച്ചുമാണ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്. ഇപ്പോൾ പാലോട് രവിക്കെതിരെ ഉണ്ടായ ഈ നടപടി, അത് നടപടി എന്ന് തന്നെ വിശേഷിപ്പിക്കുകയാണ് കേട്ടോ. ആ നടപടി, അതിൽ വിശദീകരണം ചോദിക്കും അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ അടക്കം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി അതിനെ നടപടി എന്നല്ലാതെ വിശേഷിപ്പിക്കേണ്ട സാഹചര്യവുമില്ലല്ലോ. അപ്പോൾ ആ നടപടി ഉണ്ടായത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അപജയത്തെക്കുറിച്ച് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ വാക്കുകളിന്മേലാണോ, അതോ മൂന്നാം തവണയും വളരെ സുഗമമായി കേരളത്തിൽ LDF ഇതാ അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന് സമൂഹത്തിൽ പൊതുവിലുള്ള വികാരം അദ്ദേഹം ആവർത്തിച്ചതിലാണോ? നോക്കൂ, 10 വർഷത്തെ, അതായത് 9.25 വർഷത്തെ ഭരണം കൊണ്ട് ആൻറ്റി ഇൻകുംബൻസി, ഈ ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുന്ന ഒരു കേരളത്തിൽ മൂന്നാമതും ഈ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നു എന്നൊക്കെ അസിതയ്ക്ക് ഒരുപക്ഷെ വിശ്വസിക്കാനാകുമായിരിക്കും. പക്ഷേ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ട് ജനം പൊറുതിമുട്ടി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ മൂന്നാമത് വരും എന്നൊക്കെ പറയുന്നത് അത് അതിശയോക്തിപരമാണ്. സിസ്റ്റത്തിന് പുറത്താണോ? മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സിസ്റ്റത്തിന് പുറത്താണോ? PJ കുര്യൻ ആ സിസ്റ്റത്തിന് പുറത്താണോ? ഞാനും സിസ്റ്റത്തിന് പുറത്താണ്. ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ മാത്രം സംഭവിച്ചിട്ടുള്ളതാണോ? ഇത് മറ്റു പാർട്ടികളിലില്ലേ? CPIയിലെ ഒരു ടെലിഫോൺ ലീക്കിനെ സംബന്ധിച്ച് ഈ അടുത്ത സമയത്ത്, അതായത് എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും കമ്മിറ്റി അംഗവും തമ്മിലുള്ള ഒരു സംഭാഷണം പുറത്തു വന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇതിനേക്കാൾ വലിയ ഒരു വാഗ്ധോരണി ആയിരുന്നല്ലോ ശ്രീ AK ബാലൻ നേരത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം പറഞ്ഞെന്താണ്, ഇവിടെ അതൊരു സ്വയം വിമർശനത്തിൻ്റെ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് അണികൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഈനാമ്പേച്ചിയും മരപ്പട്ടിയും ഒക്കെ ചിഹ്നങ്ങളായിട്ട് ലഭിക്കേണ്ടി വരും. അതുകൊണ്ട് അണികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് അവരെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. ഇവിടെയും അത്തരത്തിൽ ഉള്ളതാണ്. അതായത് BJP അവരുടെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ നോക്കൂ, അങ്ങനെ ഒരു ഉദ്ബോധിപ്പിക്കലാണോ? കൃത്യമായി അദ്ദേഹം പറയുകയല്ലേ എത്ര മണ്ഡലങ്ങൾ, അത് അക്കമിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, അതൊരു പ്രത്യേക വിഷയമാണ്. അപ്പോൾ അതിനെ തുടർന്ന് എന്താണ് അദ്ദേഹം പറയുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോകും, LDF വളരെ സുഗമമായി അധികാരത്തിലേക്ക് വീണ്ടും വരും എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വാചകം കേട്ടാൽ ആർക്കാണ് അത് ഉദ്ബോധനമായി തോന്നുക? ശ്രീ B. രജി, പിന്നെ താങ്കൾ പറഞ്ഞ CPIM നേതാക്കൾ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ, അത് ആ ഘട്ടത്തിൽ ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ പാലോട് രവി പറഞ്ഞതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കൈരളി മാത്രമേ ഉള്ളൂ. അപ്പോൾ ദയവായി താങ്കൾ ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിലേക്ക് ചുരുങ്ങൂ. നോക്കൂ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ആ 8 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് അവിടെ പഞ്ചായത്ത് ഇലക്ഷന് 3ാം സ്ഥാനത്ത് പോകും എന്നാണ് ശ്രീ പാലോട് രവി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അദ്ദേഹം പറയുന്നത് നമ്മുടെ മുഖം പുല്ലമ്പാറയിൽ വികൃതമാകും. പുല്ലമ്പാറ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ളൊരു വിഷയം മാത്രമായി അദ്ദേഹം അതിനെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ സംഭാഷണത്തിന് തുടക്കമിടുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചല്ല അദ്ദേഹം പരാമർശിക്കുന്നത്. പിന്നെ BJPയുടെ മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം ഒരു കോഷൻ നൽകുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യങ്ങളും കൂടിയല്ലേ. അതായത് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന BJP അവരുടെ സ്വാധീനം കേരളത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നു. അതിനെതിരെ അഖിലേന്ത്യാ തലത്തിൽ BJPയുടെ എല്ലാ മുന്നേറ്റത്തെയും ചെറുത്തു നിൽക്കുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം, ഒരു ചെറുത്തുനിൽപ്പ് കേരളത്തിൽ ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം പറയുകയാണ്. അത് ഈ സംഭാഷണം മുഴുവൻ അഷിത കേട്ടിരുന്നുവെങ്കിൽ മനസ്സിലാകുമായിരുന്നു. അങ്ങനെ ഒരു സംഭാഷണം മുഴുവൻ കേൾക്കാതെ ഞാൻ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആ സംഭാഷണം മുഴുവൻ കേട്ടിട്ടുണ്ട്.